ഇവിടെ രാഷ്ട്രീയ അല്ലല്ലോ വിഷയം, ഇവിടെ സമസ്തന്റെ വിഷയല്ലേ. ഇവിടെ ചില ആളുകൾ കളിച്ചതാ മുസ്ലിം ലീഗുകാരാ. മുസ്ലിം ലീഗ് പാർട്ടിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ചിന്തിച്ചോ, നേതാക്കളോ അനുയായികളൊക്കെ നിങ്ങളെയും ഇവർ വഞ്ചിക്കുന്നു. ആയിരക്കണക്കിന് സമസ്തക്കാരായ ആളുകളെ ഇവരുടെ നിലപാടുകളെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ നിങ്ങളെ അവർ തന്ത്രപരമായി വഞ്ചിച്ച് അവരെ ലീഗ് വിരോധപ്പെട്ടവും സഖാവെന്ന ആരോപണവും ചാർത്തിക്കൊടുത്തുകൊണ്ട് അവർ നിങ്ങളെ അറിയാതെ അവർക്കെതിരിൽ തിരിച്ചുവിടുകയാണ്. അതുകൊണ്ട് ആർക്കാ നഷ്ടം? സമസ്തക്കോ? സമസ്തക്ക് എന്റെ നഷ്ടമുള്ളത്? പിന്നെ എന്നിട്ട് അവരെ കൂടെ കൂടിയിട്ട് ഇതൊന്നും അറിയാതെ വീണുപോയ ചില ആളുകൾ, ചില ആളുകള് രാഷ്ട്രീയ ബേസിൽ തന്നെ നമുക്കെതിരെ സംസാരിക്കാറുണ്ട്. ഇവിടെ പരിപാടി വെക്കുമ്പോൾ അതിനെതിരെ തെറ്റിദ്ധാരണ പരത്താൻ അവർ ശ്രമിക്കാറുണ്ട്, അവർ തെറ്റിദ്ധരിച്ചു പോകാറുണ്ട്. പിന്നെ ഒരു ഫൈറ്റ് നടക്കുമ്പോൾ അത് മുസ്ലിം ലീഗിന്റെ പേരിലാണെങ്കിലും BJPന്റെ പേരിലാണെങ്കിലും സാക്ഷാൽ വേൾഡ് ലീഗിന്റെ പേരിലാണെങ്കിലും സമസ്തക്കെതിരിൽ ചെറുവിരൽ അനക്കിയാൽ എവനാണെങ്കിലും ഞങ്ങൾ പ്രതികരിക്കും. കാരണം ഞങ്ങൾക്ക് രാഷ്ട്രീയ പ്രശ്നമല്ല. അതിന്റെ അർത്ഥം ഞങ്ങൾ ലീഗ് വിരോധികളൊന്നുമല്ല. ഈ ഇരിക്കുന്ന ആളുകളിൽ ഭൂരിഭാഗം ആളുകളും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരായിരിക്കും, മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുന്ന ആളുകളായിരിക്കും. അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഈ വിഷയം ഗൗരവത്തോടെ കാണേണ്ട കാര്യമാണ്. ഇവിടെ ലീഗും സമസ്തയൊന്നുമല്ല പ്രശ്നം, സമസ്തയുടെ ആഭ്യന്തര വിഷയവുമല്ല. ഒരു വിഭാഗം ബിദ്അത്തിലേക്ക് വഴുതി മാറുമ്പോൾ ഇസ്തിഖാമത്തിന് വേണ്ടി രൂപപ്പെടുത്തപ്പെട്ട പ്രസ്ഥാനം എന്ന നിലക്ക് മുൻകാലങ്ങളിൽ സമസ്ത വഴിതെറ്റിപ്പോകാൻ ഒരുങ്ങിയവരെ പിടിച്ചു നേരെയാക്കാൻ ശ്രമിച്ചത് എപ്രകാരമാണോ അതേ രൂപത്തിൽ പിടിച്ചു നേരെയാക്കാൻ ഒരു ശ്രമം നടത്തി. അതേ സമസ്ത ചെയ്തിട്ടുള്ളൂ. അപ്പോ ഇവര് നേരെയാകാൻ ഇവർക്ക് തയ്യാറല്ല. ഇവരെന്ത് ചെയ്തു? ഇവര് പിടിച്ചു നിൽക്കാൻ വേണ്ടി നേരെ എടുത്തൊരു പണിയാണ്. ഇവരൊരു ലീഗുകാരെ ഭയങ്കര ലീഗുകാരായിട്ട് അഭിനയിച്ചിട്ട് മുസ്ലിം ലീഗുകാരെ കൂടെ ചേർത്തി മുസ്ലിം ലീഗിന്റെ ആൾക്കാരായിട്ടാണ് അഭിനയിക്കുക. ഇതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ അംഗീകരിച്ചാലും വേണ്ടില്ല, അല്ലേലും വേണ്ടില്ല. ഇതല്ലേ സത്യം? അല്ലേ? അതല്ലേ യാഥാർത്ഥ്യം? അല്ലാതെ ഞമ്മക്കാർക്കും ലീഗിനോട് വിരോധമുണ്ടോ? ഒരു ബദൽ പാർട്ടി നമ്മളെ മുമ്പിലുണ്ടോ? അതിൽ വിഷമിക്കുന്ന ആളുകളാണ് നമ്മൾ. എന്നിട്ട് ദുഷ്പ്രചരണങ്ങൾ നടത്തുക. ഇതാണ് യാഥാർത്ഥ്യം. അംഗീകരിച്ചാലും നമുക്ക് പ്രശ്നമില്ല, അംഗീകരിച്ചിട്ടില്ലെങ്കിലും നമുക്ക് പ്രശ്നമില്ല. പക്ഷെ യാഥാർത്ഥ്യത നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി ഇതാണ്. ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിന്റെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു വിഷയം ഞാൻ പറഞ്ഞല്ലോ, തൃപ്പനച്ചി ഉസ്താദിന്റെ അവിടുന്നാണ് ഞാൻ തുടങ്ങിയത്. മക്കാമ് സിയാറത്ത് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. ആ സമയത്ത് എന്റെ മനസ്സിലൊരാശയം തോന്നി. കാരണം ആലിക്കുട്ടി ഉസ്താദുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തോടൊരു കാര്യം പറയുകയല്ലേ, അതിന് അത്രയും ആധികാരികത വേണം, അത്രയും കൃത്യത വേണം എന്നെനിക്ക് ബോധമുണ്ട്. കാരണം വ്യക്തിപരമായി ഞാൻ അത്ര വലിയ ശുദ്ധനും മഹാനുമൊന്നുമല്ലെങ്കിലും ഞാൻ നിൽക്കുന്ന പ്ലാറ്റ്ഫോം എന്നത് സമസ്തയുടെ പ്ലാറ്റ്ഫോമാണ്, SKSSFന്റെ പ്ലാറ്റ്ഫോമാണ്, SYSന്റെ പ്ലാറ്റ്ഫോമാണ്. അതിനൊരു പവിത്രതയുണ്ട്. അതുകൊണ്ട് പറയുന്നതിൽ ഒരു കൃത്യത വേണമല്ലോ. അതുകൊണ്ട് എന്റെ മനസ്സിൽ തോന്നി ഉസ്മാൻ ഫൈസിയെ ഒന്ന് വിളിക്കാം. ഉസ്മാൻ ഫൈസി ആലിക്കുട്ടി ഉസ്താദിന്റെ നിഴല് പോലെ കൂടെ നടന്ന ഒരു വ്യക്തിയല്ലേ. അതുകൊണ്ട് ചോദിക്കാൻ ഏറ്റവും നല്ലത് അദ്ദേഹം തന്നെയല്ലേ. ഉസ്മാൻ ഫൈസിയെ ഞാൻ വിളിച്ചു. എന്തിനാ വിളിച്ചതെന്നറിയോ? ആലിക്കുട്ടി ഉസ്താദിനെ വളാഞ്ചേരി മർക്കസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് ഉസ്താദിനെ വഴി തടഞ്ഞ ഒരു സംഭവമുണ്ട്. MT ഉസ്താദിനെ തടഞ്ഞത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? അതിന് മുമ്പ് ആലിക്കുട്ടി ഉസ്താദിനെ തടഞ്ഞിട്ടുണ്ട്. ആലിക്കുട്ടി ഉസ്താദിനെ വഴി തടഞ്ഞൊരു സംഭവമുണ്ട്. ഇത് ഞാൻ കേട്ടിട്ടുണ്ട്, പലരിൽ നിന്നും അറിഞ്ഞിട്ടുമുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ആധികാരികതയ്ക്ക് വേണ്ടി വിളിച്ചു ചോദിച്ചതാണ്. ഉസ്മാൻ ഫൈസി പറഞ്ഞു, കൃത്യമായി പറഞ്ഞു, ആലിക്കുട്ടി ഉസ്താദിന്റെ വാഹനമാണ് ആദ്യം പുറത്തേക്ക് വന്നത്. ആ സമയത്ത് കുറച്ച് ഗുണ്ടകളെ പോലെയുള്ള കുറച്ച് ആളുകൾ വന്നിട്ട് തലയിൽ ചിലർക്ക് തൊപ്പിയുമുണ്ട്. ആലിക്കുട്ടി ഉസ്താദിന്റെ വാഹനം അവർ തടഞ്ഞു നിർത്തി. മുന്നിലിരിക്കുന്നത് ഉസ്മാൻ ഫൈസിയാണ്, ഉസ്താദ് ബാക്കിലാണ്. വാഹനം തടഞ്ഞപ്പോൾ ഉസ്മാൻ ഫൈസി അവരോട് പറഞ്ഞു, ആലിക്കുട്ടി ഉസ്താദാണ് ബാക്കിലിരിക്കുന്നത്, നിങ്ങൾ മാറിത്തരണം. ചില ആളുകൾ പറഞ്ഞു എന്നാ പോയിക്കോട്ടെ. അപ്പൊ വേറെ ചില ആളുകൾ അതൊന്നും പറ്റില്ല, പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ബോണറ്റിന് അടിക്കുകയും ആലിക്കുട്ടി ഉസ്താദിന്റെ വണ്ടിയുടെ മുമ്പിൽ ബ്ലോക്ക് ചെയ്ത് നിൽക്കുകയും ചെയ്തത് നിങ്ങളല്ലേ. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഫൈസി പറഞ്ഞു അവരോട്, ഞങ്ങളെ നിങ്ങൾ വെറുതെ വിടണം, ഉസ്താദിനെ നിങ്ങൾ വിട്ടയക്കണം. ഉസ്താദിന് ഒരുപാട് അസുഖങ്ങളുള്ളതാണ്,
സമയത്തിന് ഗുളിക കുടിക്കാനുള്ളതാണ്. സമയം തെറ്റിയാൽ ആകെ പ്രശ്നമാണ്. അതുകൊണ്ട് ഉസ്താദിനെ നിങ്ങൾ വെറുതെ വിടണം, ഒഴിവാക്കി തരണം എന്ന് ഉസ്താദിന്റെ ഖാദിമായ ഉസ്മാൻ ഫൈസി യാചിക്കുന്നത് പോലെ അവരോട് യാചന നടത്തിയിട്ടാണ് സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായ ആലിക്കുട്ടി ഉസ്താദിനെ സമസ്തയുടെ സ്ഥാപനമായ വളാഞ്ചേരി മർക്കസിൽ നിന്ന് ഈ ഗുണ്ടകൾ പുറത്തേക്ക് വിട്ടത്. ഇനി പറയും, ഇവർക്ക് ആലിക്കുട്ടി ഉസ്താദിന്റെ അനുസ്മരണം നടത്താൻ യോഗ്യത ഉണ്ടോ എന്നൊരു സമസ്തക്കാരൻ ചോദിച്ചത് തെറ്റാ? നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ കൈപ്പണി ഇരിക്കൂലേ? ചോദിക്കുകയുള്ളൂ. സമസ്തക്കാർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ ഇറച്ചിമ മണ്ണ് പറ്റും. ചോദിക്കുന്നല്ല ചെയ്യ. അവരങ്ങനെയാണ് ആലിക്കുട്ടി ഉസ്താദിനെ സ്നേഹിക്കുന്നത്. സമസ്തയുടെ, നിങ്ങളെ ഗൗരവം മനസ്സിലാക്കണം, സമസ്തയുടെ ജനറൽ സെക്രട്ടറി സമസ്തയുടെ സ്ഥാപനത്തിൽ നിന്ന് ചില കുബുദ്ധികളും കുതന്ത്രക്കാരും ഭരണഘടന മാറ്റിയും മറ്റും തിരുമറി നടത്തി സ്വന്തമാക്കി ഗോസബിന്റെ മുതലല്ലേ അത്? കൈവശം വെച്ചിരിക്കുന്ന മണ്ണ് അവിടെ വെച്ച് പഠിപ്പിക്കുക അത്രേ ദീന്. മൂല്യമാര് മസല പറഞ്ഞോട്ടെ, അവിടുത്തെ ഇൽമിന്റെ വർക്കത്ത് എന്താ ഉണ്ടാകുക എന്നുള്ളത് ഞാൻ അയക്കൊന്നും പോണില്ല. എന്നിട്ട് അവിടുന്ന് സമസ്തയുടെ ജനറൽ സെക്രട്ടറിയെ വഴിതടയ, എന്നിട്ട് ഖാദിമ് യാചിക്ക, ഉസ്താദിന് മരുന്ന് കുടിക്കാണ്ട് സമയം തെറ്റി ആയ പ്രശ്നമാണ്, അതുകൊണ്ട് നിങ്ങൾ വിട്ടുതരണം. എന്നിട്ട് ഉസ്താദിന് പുറത്തു പോകേണ്ടി വരിക. എന്നിട്ട് ഉസ്താദ് വഫാത്തായതിന്റെ ശേഷം നീ അനുസ്മരിക്കുക അല്ലേ? നീ ഉസ്താദ് നിന്റെ ആളായിരുന്നു എന്ന് പറയാ, ഉസ്താദിനെ പലരും തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറയാ. അതിന് ജാമ്യയിലെ ഉപ്പും ചോറും നിന്ന് കുടുംബം പോറ്റുന്ന ഒരുത്തനെ കൊണ്ടുപോയിട്ട് അവനൊരു പരീക്ഷാ ബോർഡ് ചെയർമാനോ എന്തോ ഒരു ബോർഡിൽ ഒരു സ്ഥാനം ഒരു കസേര ഇട്ട് കൊടുത്തിട്ട് തോന്നിയാസം പറയിപ്പിക്കുക. എന്നിട്ട് അതിനെതിരെ ആരെങ്കിലും പറയണമെങ്കിൽ ഇന്നൊരുത്തം വിട്ട പോസ്റ്റ് കേൾക്കണം നിങ്ങൾക്ക്. ഞാനത് വായിക്കണ്ടെന്ന് വിചാരിച്ചതാണ്. വായിക്കാൻ മാത്രമൊന്നുമില്ല, ഒക്കെ ചവറുകളാണ്. സോഷ്യൽ മീഡിയയിലൂടെ നരങ്ങുന്ന ചവറുകൾ, അല്ലാതെ ക്വാളിറ്റി ഇല്ല. ഏതാണ് അവിടെ ഉള്ളത്? അങ്ങനെയുള്ള ഒരു ചവറ് ഒരു ഡോക്ടറാണ്. ഡോക്ടർമാർക്കാണ് ചവറിസം കുറച്ച് കൂടുക. ഒരു ഡോക്ടറെ ഒരു പോസ്റ്റാ, ഒരു ഡോക്ടർ വാഫിയാണ്. എന്താ പോസ്റ്റ് കേട്ടോളിട്ടാ? കാര്യങ്ങൾ വ്യക്തമാണ്. സമയം പ്രശ്നമാണല്ലേ. പാണക്കാട് തങ്ങളെ നാൽക്കാലിയോട് ഉപമിച്ച്, ഇതെല്ലാവരും കേൾക്കണം, പാണക്കാട് തങ്ങളെ നാൽക്കാലിയോട് ഉപമിച്ച് പ്രഭാഷണം നടത്തി എന്ന ആരോപണം നേരിട്ട മാന്യദേഹത്തോട് ഇതുവരെ വിശദീകരണം തേടിയതായി കേട്ടിട്ടില്ല. പാണക്കാട് തങ്ങളെ നാൽക്കാലിയോട് ഉപമിച്ച ഏതെങ്കിലും ഒരാളുടെ പ്രസംഗം കേട്ട ആളുകൾ ഈ സദസ്സിൽ ഒന്ന് കൈപൊക്കി, എനിക്ക് കാണാനാണ്. ഉണ്ടോ? അസ്ഗർ അലി ഫൈസി ഉസ്താദിനാണ് ഈ പറയണത്. ഉസ്താദ് പറഞ്ഞത് പാണക്കാട് തങ്ങന്മാരാണെന്ന് ആരെ പറഞ്ഞു? ഇവര് പറയാ. ഉസ്താദ് പറഞ്ഞതെന്താ? ആദർശപരമായി, നമ്മളൊക്കെ പറയണല്ലേ അത്, ആദർശപരമായി നമുക്കൊരു സ്ഥിരത വേണം, ആദർശത്തിന്റെ കാര്യത്തിൽ കണിശത വേണം. നമ്മൾ ഓലി ആളാകുക, ഇവരി ആളാകുക, ഓൻ്റെ ആളും അതും ശരി ഇതും ശരി എന്ന് പറഞ്ഞ് നടക്കുന്നത് നാക്കാലികളെ സ്വഭാവമാണ്. ആ കാണുന്ന പുല്ലും തിന്ന, ഈ കാണുന്ന പുല്ലും തിന്ന, ആ പുല്ലും തിന്ന, ആ വെള്ളം കുടിക്കുക, എങ്ങനെ നടക്കണ പോലെയാണ് ഇതിലൂടെ പാണക്കാട് വന്നത്. ഈ പോസ്റ്റിലൂടെ ഇവൻ ഉദ്ദേശിച്ചത് എന്താ? അപ്പൊ ഈ പറഞ്ഞ ആള്, ഈ പറഞ്ഞ സ്വഭാവ ഗുണങ്ങളൊക്കെ ഒത്ത ആളാണ് പാണക്കാട് തങ്ങള് എന്നാണ് ഇവന്റെ നയം, നല്ല ഇതിന്റെ അർത്ഥം. അപ്പൊ പാണക്കാട് തങ്ങളെ മോശമാക്കിയത് ഇവിടെ യഥാർത്ഥത്തിൽ ആരാണ്? ഇവരല്ലേ. എന്നിട്ട് ആ അസ്ഗർ അലി ഫൈസി ഉസ്താദ് അങ്ങനെ പറഞ്ഞു എന്ന് ആരോപിച്ചിട്ട് അസ്ഗർ അലി ഉസ്താദിനെ എതിരെ ഒരു വിശദീകരണം സമസ്ത ചോദിച്ചില്ല എന്നാ. ഇരിക്കട്ടെ, ഞാൻ അതിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. അതിലേക്കൊക്കെ അവിടുന്ന് ഞാൻ വല്ലാതെ കടന്നിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നം. പിന്നെ പാണക്കാട് തങ്ങളെ പിന്തുണച്ചതിന് എന്താ ഈ വഹാബിയോട് ശിർക്കും തൗഹീദും പറയണ മാതിരിയാണ് ഇവര് പാണക്കാട് എന്ന് പറയണത്. ഇപ്പൊ വഹാബിയോട് ശിർക്കും തൗഹീദും പറയണ എന്താ? ഓൾക്ക് അതല്ലാതെ ജീവിക്കാൻ വേറൊരു മാർഗമല്ല. വഹാബി കൂടെ നിലനിൽക്കണമെങ്കിൽ ശിർക്കും തൗഹീദും എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കണല്ലോ. അതിൻ്റെ ഒരു വേറൊരു വേർഷനാണ്. പാണക്കാട് തങ്ങളെ പിന്തുണച്ചതിന് മുഷാവറയിൽ നിന്ന് പുറത്താക്കിയ മുസ്തഫ അൽ ഫൈസിയെ ഇതുവരെ തിരിച്ചെടുത്തിട്ടില്ല. ഇത് വായിക്കുന്ന സമസ്തയുടെ സംഘടനാ വിവരങ്ങളൊന്നും അറിയാത്ത ലീഗാരെന്നല്ല, ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിലും ഇതിപ്പോ ഒരു ഡോക്ടറൊക്കെ ഉള്ള പേരൊക്കെ തലയിൽ കെട്ടുകൊടുത്തിട്ട് ഒരാൾ ഇങ്ങനെ എഴുതുമ്പോ എന്തോ ഇതിൽ കാര്യമുണ്ട്. ഓ, മുസ്തഫ അൽ ഫൈസിനെ പുറത്താക്കിയത് പാണക്കാട് തങ്ങളൊപ്പം നിന്നുകൊണ്ടാണല്ലേ,
ഓ ഗുരുതരം തന്നെ, ഗുരുതരം തന്നെ. ഇങ്ങനെയാണ് ഓരോ തിയറി ഉണ്ടാക്കുന്നത്. മുസഫൽ വൈസിനെ പുറത്താക്കിയത് പാണക്കാട്ട് തങ്ങളൊപ്പം നിന്നുകൊണ്ടാണ്. ചങ്ങായിമാരെ, അങ്ങനെയെങ്കിൽ സമസ്തയുടെ മുശാവറനെ വിരിച്ചിടേണ്ടി വരൂലേ? എല്ലാവരും പാണക്കാട് സാദാത്യങ്ങളെ ബഹുമാനിക്കുന്ന ആളുകൾ തന്നെ. പാണക്കാട് സാദാത്യങ്ങൾ എന്നല്ല, അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യാത്ത സമസ്തയുടെ മുശാവറ മെമ്പർമാരല്ല, യൂണിറ്റ് SKSSF-ന്റെ SBBയുടെ യൂണിറ്റ് ഭാരവാഹികൾ പോലും ഉണ്ടാവില്ല. ഇത് മുശാവറ അതുകൂടെ പഠിപ്പിച്ച തന്നെ സമസ്തയല്ലേ അഹ്ലു ബൈത്ത് എന്താന്നുള്ളത്. എന്നിട്ട് അപ്പൊ പാണക്കാട് തങ്ങളെ ഒപ്പം നിന്നുകൊണ്ടാണ് മുസ്തഫൽ ഫൈസിനെ പുറത്താക്കിയത്. ഓനോട് പറയാ, മുസ്തഫൽ ഫൈസിനെ പുറത്താക്കിയത് എന്തിനാന്നുള്ളത് എല്ലാവർക്കും അറിയണ കാര്യമല്ലേ. ഞാൻ അതിക്ക് പോകണില്ല എന്തിനാന്നുള്ളത്, നിങ്ങൾ അന്വേഷിച്ചോളി അറിയാത്തവരുണ്ടെങ്കിൽ. ഇതുപോലെയാണ് ഓരോ കളവുകൾ ഇവിടെ സ്ഥാപിക്കപ്പെടുന്നത്. എന്നിട്ട് ഇനി കേട്ടോളിട്ട, പാണക്കാട് സ്വാദിഖ് അലി തങ്ങളുടെ അനുവാദം വാങ്ങി ആലിക്കുട്ടി ഉസ്താദിന്റെ അഭിമാനം സംരക്ഷിച്ച് കാര്യങ്ങൾ പറഞ്ഞ ബഹുമാന്യ പണ്ഡിതൻ ഹംസ ഹൈത്തമി ഉസ്താദിനെ വേട്ടയാടാൻ അവർ പണി തുടങ്ങിയത് സ്വാഭാവികം. ഇതിൽ ഓൻ ആരെ വഷളാക്കണത്? ചന്ദനം ചാരിയ ചാണകം ചാരിയാല് അത്ര മണക്കൂല. ഈ ആദ്യ ആളുകൾ ഒപ്പം നിന്നാൽ ഇതുപോലെ വഷളത്തിലാക്കും. ഇവൻ എന്തായാലും പറഞ്ഞത്, ഈ ഹൈത്തമി അവിടെ പോയി പ്രസംഗിച്ചത് ആര് പറഞ്ഞു കൊടുത്തിട്ടാണ്, ആര് പറഞ്ഞിട്ടാണെന്നാ പോൻ പറയണത്? പാണക്കാട് സ്വാദിഖ് അലി തങ്ങൾ പറഞ്ഞിട്ടാണെന്നാ ഇവൻ പറയണത്. വാഫിയാണ് ഈ പറയണത്. ആ വൃത്തികേടുകൾ മുഴുവനും പറയാൻ സ്വാദിഖ് അലി തങ്ങളാണ് അയാളെ ഏൽപ്പിച്ചത് എന്ന് പൊതുസമൂഹത്തോട് ഇവൻ പറയലിലൂടെ ഇവൻ ആരെയാണ് വഷളാക്കുന്നത്? നമ്മളാ പാണക്കാട്ടുകാരെ വഷളാക്കുന്നത്? നമ്മളവരെ അഭിമാനം സംരക്ഷിക്കാൻ നടക്കുന്ന ആളുകളാ. അവർക്കെതിരെ ശത്രുത, വിരോധം എന്നൊക്കെ നിങ്ങൾ പറയല്ലേ. ഒരു തെളിവും നിങ്ങളുടെ കയ്യിൽ അതിനൊന്നുമില്ല. പിന്നെ നിങ്ങളാ ഈ പണി ചെയ്യുന്നത്, അവരെ വഷളാക്കുന്നത്. വളരെ തന്ത്രപരമായി പെട്ടെന്നൊരാൾക്ക് തിരിയാത്ത കോലത്തിൽ വഷളാക്കുക, ഐബിലാക്കുക. എന്നിട്ട് പാണക്കാട് തങ്ങൾ പറഞ്ഞിട്ടാണ് ഇയാൾ അവിടെ പോയിട്ട് പറഞ്ഞതെന്നാണ് ഇയാൾ ഈ പറയണത്. ഈ രൂപത്തിലുള്ള എഴുത്തുകൾ. അപ്പോ ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിനെതിരെ ഉസ്താദിനെ അനുസ്മരിക്കാൻ നിങ്ങൾക്ക് അർഹതയില്ല എന്ന് സമസ്തക്കാര് പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. അതിന്റെ തെളിവുകളാ ഞാൻ പറഞ്ഞത്. 2 കാര്യം ഞാൻ ഇവിടെ പറഞ്ഞു. ഇനി അതിന് ഇന്ന ചീത്ത അറിഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഫേക്ക് ഐഡികളും ഫേക്ക് പേജുകളും ഉണ്ട് ഫേസ്ബുക്കില്. അതിലിഞ്ഞ് ഇന്ന കുറെ തെറി എഴുതിയോണ്ട് ഇതിന് മറുപടി ആവൂല. ഇങ്ങനെ 2 സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾ പൊതുസമൂഹത്തോട് വിശദീകരിക്ക്, മറുപടി പറ. എങ്കിൽ ഞങ്ങൾ പിറ്റേ നിങ്ങൾക്ക് വേദി കെട്ടിത്തരും. ആലിക്കുട്ടി ഉസ്താദിന്റെ അനുസ്മരണം CIC നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേദി കെട്ടിത്തരാം. ഈ പറഞ്ഞ് നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ, മറുപടി അറിയണമെങ്കിൽ. അപ്പൊ കുട്ടികളാ സമസ്തക്കാരാ പറഞ്ഞ ആരോപണം ശരിയാണ്. പിന്നെ അയാളോട് പറഞ്ഞെന്താ നിങ്ങള്? കുറെ കാര്യങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവിടെ വളരെ